ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അറേബ്യൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാലിഹാണ്. ഞാനിപ്പോൾ ഉള്ളത് തായിഫിലാണ്. തായിഫ് എന്ന് പറയുന്നത് തന്നെ സൗദി അറേബ്യയിൽ വളരെ തണുപ്പുള്ള, വളരെ ടൂറിസ്റ്റുകൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഊട്ടിയൊക്കെ പോലത്തെ ഒരു സ്ഥലം കൂടിയാണ് ഈ തായിഫ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ട്രോബെറി തോട്ടങ്ങളാണ്. കണ്ടില്ലേ, എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ട്രോബെറി തോട്ടങ്ങൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം. അതുപോലെ ഒരു ചെറിയൊരു പാർക്കും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തായിഫ് ചുരത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം ഒരു 65 കിലോമീറ്ററും ജിദ്ദയിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 180 കിലോമീറ്ററുമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ അൽഹദയിലേക്കുള്ളത്. രാവിലെ 9 മണിക്കാണ് നമ്മൾ മക്കയിൽ നിന്ന് തിരിച്ചത്. ഏകദേശം നല്ലൊരു ക്ലൈമറ്റാണ്, വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ അൽഹദയിലെ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് പരിപാടി എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സമയം എഴുതി വെച്ചിരിക്കുന്നത് രാവിലെ 7 മണി മുതൽ 6:30 വരെയാണ്. വെള്ളിയാഴ്ച ഡബിൾ ടൈമിങ്ങുമാണ്. നിങ്ങൾക്ക് ഇത് സൂം ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റിന് ഏകദേശം 20 റിയാലാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പാർക്ക്, ഈ കാണുന്ന പോലെ ഒരു പാർക്കും അതേപോലെ സ്ട്രോബെറിയുടെ ഒരു ഫാമുമാണുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ഫാമിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ പാർക്കിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വീക്കെൻഡ്സ് തായിഫിൽ ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിസോർട്ടും ഉണ്ട്. നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ തങ്ങി ഈ ഫാമിൻ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടാക്റ്റ് നമ്പറും അതേപോലെ ലൊക്കേഷനും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെള്ളം ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു നാച്ചുറൽ, മൊത്തത്തിൽ നമ്മൾ ഇങ്ങോട്ട് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ കുട്ടികളെ കൂട്ടിക്ക് വരുവാണെങ്കിൽ അവർക്ക് സമയം ചിലവഴിക്കാൻ ഇതുപോലെ അരയന്നവും പിന്നെ അതേപോലെ കുറച്ച് കുട്ടികൾക്ക് വിനോദത്തിന് പറ്റിയ കുറേ കാര്യങ്ങൾ ഈ പാർക്കിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ 6:30 മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഈ പാർക്കിൽ ചിലവഴിക്കാവുന്നതാണ്. അത്രയും സമയമൊന്നും നമ്മൾ ചിലവഴിക്കുന്നില്ലെങ്കിൽ കൂടെ ഏകദേശം അത്യാവശ്യം നല്ല സമയം നമുക്ക് കുട്ടികളെ കളിപ്പിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻജോയ്മെൻറ്റിന് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ 7:30 തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 9 മണിയാകുമ്പോൾ ഇവിടെ എത്തിയാൽ മതി. നമുക്ക് ആവശ്യത്തിന് ഒരു നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ച. അതേപോലെ മൊത്തത്തിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീല് മൊത്തത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലിയാണ്. അതായത് മൊത്തത്തിലൊരു നാച്ചുറൽ ഫീല് നമുക്ക് തരുന്നുണ്ട്. ഇതിപ്പം അത് കണ്ട ഈ സ്ട്രോബെറി കൊണ്ട് ഒരു സംഗതി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ട്രോബെറിയുടെ പോലത്തെ ഇതിനകത്ത് ആ കാറിനകത്ത് സ്ട്രോബെറി ഡെക്കറേറ്റ് ചെയ്തു. അതേപോലെ മൊത്തത്തിലൊരു സ്ട്രോബെറി മയമാണ് നമുക്കിവിടെ ഉള്ളത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും എനിക്കൊരു വ്യത്യസ്തമായ തോന്നിയ സംഗതി വെച്ചാൽ ഇത് വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിൻ പോലും സ്ട്രോബെറിയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും മൊത്തത്തിൽ കണ്ടില്ലേ, ഒരു നാടൻ ടച്ച്, ഒരു എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ തന്നെ പറയാം. ഒരു പാറക്കല്ല് സ്ട്രോബെറിയുടെ ഷേപ്പിലുണ്ടാക്കി അതിനകത്ത് മുളയിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അപ്പം അങ്ങനത്തെ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ മുളയും കൊണ്ടുണ്ടാക്കുന്ന റിസോർട്ടുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അതേ മോഡലാണ് ഇവിടെയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
അതുപോലെ നമ്മൾ അടുത്തത് നമ്മളിവിടെ പോകുന്നത് ഇവിടെ കുറച്ച് പക്ഷികളുണ്ട്. പക്ഷികളെ ഇങ്ങനെ കൂട്ടിൽ തുറന്ന് വിട്ടിരിക്കുന്ന തത്തകൾ, പാരറ്റ്സ് ഒക്കെയാണുള്ളത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് എൻ്റെ മുമ്പ് കൊത്തല്ലേ കൊത്തല്ലേ. അതൊക്കെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചതാണ് എന്നുള്ളതാണ്. ഇത് അങ്ങനത്തെ പഴയ ഒരു പഴമ തോന്നുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് വിശാലമായ സ്ട്രോബെറി തോട്ടം. മാഷാഅല്ലാഹ്, വളരെ രസകരമായൊരു കാഴ്ച. നമ്മൾ ഈ തായ്ഫിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി തോട്ടം കാണുന്നത്. ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അത് ടിക്കറ്റല്ല, നമുക്ക് ആ സ്ട്രോബെറി നമുക്ക് ഇവിടുന്ന് പറിച്ചിടാൻ വേണ്ടി നമുക്കൊരു ബാസ്ക്കറ്റും തരും. അതിൻ്റെ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്യാം. 30 റിയാലാണ് ഒരു ബാസ്ക്കറ്റിന് ഈടാക്കുന്നത്. As an example, okay? How much you can take? Like this. Like this? Yeah, if you go over, I will take it off here. Okay. Okay? ഓന് നമുക്ക് പറഞ്ഞ നിർദ്ദേശമാണ് ആ ഒരു ബക്കറ്റിനകത്ത് ഫുള്ള് നമുക്ക് സ്ട്രോബെറി പറിച്ചിടാം. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ബക്കറ്റിൽ നിന്ന് തിരിച്ച് എടുത്ത് ആ കൊട്ടയിലേക്ക് ഇടുന്നതാണ്. അതാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇതാണ് ബക്കറ്റ്. ഈ ഒരു ബക്കറ്റിന് 30 റിയാലാണ്. ഈ 30 റിയാലിനേക്കാൾ ഉപരി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുക, സ്വയം പറിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവർ എങ്ങനെയാണത് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാനും പാടില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ ഓരോ ലൈനിലും ഇതുപോലെ ആളുകളെ കണ്ടില്ലേ നിൽക്കുന്നത്. അവർ നമുക്ക് നിർദ്ദേശങ്ങളും തരുന്നുണ്ട്, നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല എല്ലാവരുടെയും സ്വഭാവത്തിൽ നല്ലൊരു മാന്യമായ ഇടപെടലാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണോ? കണ്ടോ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് തായിഫ് എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണിത്. കണ്ടില്ലേ, ഇവിടുത്തെ ആ ഒരു സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്ന നല്ല രീതിയിലാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ. ഇതുണ്ടോ, കണ്ട പുൽത്തകിടി കൊണ്ടാണ് ഇതുപോലെ പല സംഗതികളും ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും നാച്ചുറലിനോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള സംഗതികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, സ്ട്രോബെറി പറിച്ചു തുടങ്ങി ഓൾറെഡി. നമ്മൾ ഇതിൽ ഏത് പറിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം അത് നമ്മൾ കണ്ണിന് അത്രത്തോളം ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ. എന്തായാലും ഏറ്റവും നല്ലത് നോക്കി തന്നെ പറിക്കുക, പഴുത്തത് തന്നെ പറിക്കുക. പച്ച ഇത് ഇത്ര പഴുത്തിട്ടില്ല.
ഇത് കണ്ടില്ലേ, ഈ സ്ട്രോബെറി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കൊരു കൊട്ട തരും. ആ കൊട്ടയ്ക്കകത്ത് നിറച്ച് നമുക്ക് ആ സ്ട്രോബെറി പറിക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ തിരിച്ച് നമ്മൾ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആ സ്ട്രോബെറി എത്രയാണോ എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുത്തിരിക്കും. കണ്ട ഇസാമോള് മുമ്പിൽ നിന്നിട്ടാണ് സ്ട്രോബെറി പറിച്ചത്. ആ സ്ട്രോബെറി കൊട്ടയും കൊണ്ട് ഓടുകയാണ്. ആരുടെയും കയ്യിൽ തരുന്നില്ല, അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഓടുകയാണ്. ഞങ്ങൾ 2 ഫാമിലിയാണ് വന്നത്. അതിൽ ഒരു ഫാമിലിയാണിത്. നസീഫ് ഭായ് ആണ് വരുന്നത്. ഒരു കൊട്ടയൊക്കെ നിറച്ച് സ്ട്രോബെറി ആക്കിയിട്ടാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ട നിറച്ചല്ലേ? ആ, ഇത് തുറക്കുന്ന ആ സമയം 7 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഏറ്റവും നല്ലത് രാവിലെ തന്നെ വരിക എന്നുള്ളതാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ്. പ്രത്യേകിച്ച് മുൻകരുതലൊന്നും വേണ്ടതില്ല, കാരണം വലിയ തണുപ്പൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കിനും അത്യാവശ്യം ഒരു തണുപ്പുണ്ട് എന്നല്ലാതെ കൂടുതലും. അങ്ങനെ നമ്മൾ ഫാമിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം 2 ബക്കറ്റ് നിറച്ച് സ്ട്രോബെറിയുമായിട്ട് തിരികെ പോവാണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രോബെറി നമ്മൾ വന്ന അവിടെ തന്നെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവരത് നമുക്ക് നോക്കി അതിനകത്ത് കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അവരെടുത്ത് അത് നമുക്കൊരു കവറിലാക്കി ആ ബാസ്ക്കറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് തരുന്നത്. നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കാണുന്നത് കണ്ടില്ലേ, ഒരു പുൽത്തകിടി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പാവകളെയൊക്കെ സെറ്റ് ചെയ്ത് കുട്ടികളെ പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളാണ്. പക്ഷെ നല്ല രസമുണ്ട്. കുട്ടികൾക്കെല്ലാം നമുക്കും കാണുമ്പോൾ തന്നെ രസം തോന്നും. ഇത് ജ്യൂസാണ് സ്ട്രോബെറിയുടെ. അതേപോലെ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇവിടെ കോഫി ഹൗസ് പോലത്തെ കുറേ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഒരു ഗ്രാമത്തിലൊക്കെ വന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീല് ഉണ്ട്. ഇത് കോഫി ഹൗസാണ്, വില്ലേജ് കഫേ എന്ന് പറഞ്ഞുള്ളൊരു കോഫി. എനിക്കൊന്ന് ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഇതുപോലെ ചെറിയ ചെറിയ റൂമുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തായിഫിലെ വിശേഷങ്ങൾ ഏകദേശം അവസാനിക്കുകയാണ്. ഞാൻ വന്നതിൻ്റെ സുഹൃത്ത് നസീമിനോടാണ് ഇതിൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലത്. നമ്മളെ തായിഫിൽ കുറേ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം വളരെ ആദ്യമായിട്ടാണ്. സ്ട്രോബെറി നമുക്ക് നേരിട്ട് പറിക്കാനും തിന്നാനും ഒക്കെ പറ്റും. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? നമ്മൾ ഇത്ര തായിഫിലല്ല അൽഹദയിലാണ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണം. നല്ലൊരു അനുഭവമാണ്. ഓക്കെ, ബൈ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ട്രോബെറി തോട്ടം. നമ്മൾ മൂന്നാറിലൊക്കെ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നല്ലൊരു പ്രത്യേക ഒരു അനുഭവമാണ്. വീക്കെൻഡ്സിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയും വേണ്ട. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.